സൗമ്യ നടത്തിയ ഇടപാടുകൾ, സൗമ്യ തസ്ലീമ സുൽത്താനയുമായി നടത്തിയ ഇടപാടുകൾ, ഇതൊക്കെ ആർക്കു വേണ്ടിയായിരുന്നു തുടങ്ങിയ വിവരങ്ങൾ വരും. മലയാളത്തിലെ ഒരു പ്രശസ്ത നടനു വേണ്ടിയാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് എന്ന തരത്തിലുള്ള ചില സൂചനകൾ ഷൈൻ ടോം ചാക്കോ എക്സൈസിന് നൽകിയെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. ശരത്ത്, എസ് എവിടെ എത്തിയോ? എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ശരത്ത്, കേൾക്കാൻ കഴിയുമെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥരെല്ലാവരും ചോദ്യം ചെയ്യലിനായി എത്തിച്ചേർന്നിട്ടുണ്ടോ? അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം ഉള്ള ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം എത്തുകയുള്ളൂ. അതിനുശേഷമാണ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. കാരണം ഇത് അന്വേഷിക്കുന്നത് അശോക് കുമാറാണ്. അദ്ദേഹം ഇവിടേക്ക് എത്തിയിട്ടില്ല. 9 മണിയോടുകൂടി എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിക്കണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ അശോക് കുമാർ ഇവിടെ ആലപ്പുഴ എക്സൈസ് ഓഫീസിലേക്ക് എത്തണം. അതിനുശേഷം മാത്രമേ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. നിലവിൽ എന്തായാലും ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിക്കുന്നതേയുള്ളൂ. അപ്പോൾ ഈ 2 താരങ്ങൾ മാത്രമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു മോഡൽ കൂടി എത്താനുണ്ട്. അല്പസമയത്തിനകം പാലക്കാട് സ്വദേശിയായ ആ മോഡൽ കൂടി ഇവിടെ ആലപ്പുഴയിലേക്ക് എത്തും. തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് ഉദ്യോഗസ്ഥർ കൂടി എത്തിയാൽ എന്തായാലും ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ചോദ്യാവലി അടക്കം തയ്യാറാക്കിയത് കൊണ്ട് തന്നെ എത്രയും വേഗം ആ നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കും. ഈ പറഞ്ഞതുപോലെ നിർണായകമായ പല വിവരങ്ങളും ഈ താരങ്ങളിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തസ്ലീമ നൽകിയ മൊഴിക്കപ്പുറം പല കാര്യങ്ങളും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കഞ്ചാവ് ആർക്ക് കൊണ്ടുവന്നു, മറ്റാർക്കെങ്കിലും സിനിമാ മേഖലയിൽ തന്നെ പലരുമായി തസ്ലീമയ്ക്ക് ബന്ധമുണ്ട്. അത്തരത്തിലുള്ള ലഹരി ഇടപാടിന്റെ ബന്ധങ്ങളെക്കുറിച്ചും കൂടുതൽ കണ്ണികളെക്കുറിച്ചും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. അക്കാര്യങ്ങളിലടക്കം ഇവരെ ചോദ്യം ചെയ്താൽ മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യൽ ഏറെ നിർണായകമാണ്. ഈ താരങ്ങളുടെ കൂടുതൽ ബന്ധങ്ങൾ അല്ലെങ്കിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ ബന്ധങ്ങൾ, ഒപ്പം തസ്ലീമയുമായി എങ്ങനെ സൗഹൃദം വരുന്നു, ഏത് രീതിയിലാണ് ഈ ഇടപാട് നടന്നിട്ടുള്ളത്, എത്ര തവണ ഇവരിൽ നിന്ന് കഞ്ചാവ് വാങ്ങി ഉപയോഗിക്കുക മാത്രമാണോ, അതല്ല ഈ ലഹരിക്കടത്തിലടക്കം ഇവർക്ക് പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇത് മലേഷ്യയിൽ നിന്നാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അത് സുൽത്താൻ വഴിയാണെന്ന് കണ്ടെത്തി. പക്ഷേ ഈ സുൽത്താനിൽ മാത്രമോ അല്ലെങ്കിൽ തസ്ലീമയിൽ മാത്രമോ ഈ ലഹരി കടത്തൊതുങ്ങുമോ എന്നുള്ള ചോദ്യം പോലും അന്വേഷണ സംഘത്തിന് മുമ്പിൽ. അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ ഈ താരങ്ങളെ ചോദ്യം ചെയ്യണം. പ്രത്യേകിച്ചും ഈ ലഹരി ഉപയോഗിക്കുക എന്നുള്ളത് പലതവണ തസ്ലീമ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അതായത് ലഹരി ഇവർക്ക് ഉപയോഗിക്കാനായി കൈമാറിയിട്ടുണ്ട്, പലതവണ കൈമാറിയിട്ടുണ്ട് അടക്കമുള്ള മൊഴി തസ്ലീമ നേരത്തെ നൽകിയതാണ്. അതിന്റെ ഡിജിറ്റൽ തെളിവും ലഭിച്ചതാണ്. പക്ഷേ ഈ കേസിൽ ഏറ്റവും നിർണായകമാവുക ഈ ലഹരി ഉപയോഗിച്ചു എന്നതിനപ്പുറം ഈ ലഹരി കടത്തിലടക്കം ഇവർക്ക് പങ്കുണ്ടോ, ഇത്തരം ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നു എന്നതിനപ്പുറം ഇവർക്കെന്താണ് കൂടുതൽ പങ്ക്. തസ്ലീമയെ പലതവണ വിളിക്കുന്നു, പലതവണ സാമ്പത്തിക ഇടപാട് ഈ ഇടനിലക്കാരി വഴിയൊക്കെ തന്നെ നടത്തുന്നതും കണ്ടു. അങ്ങനെ അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരണമെങ്കിൽ ഈ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ നിർണായകമായ ചോദ്യങ്ങൾ ഇന്നെന്തായാലും ഈ ഇരുവർക്കും നേരെ ഉണ്ടാകും. ആ ചോദ്യങ്ങളിൽ ഒരു വ്യക്തത ലഭിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടെന്ന് കണ്ടാൽ ഇവരെ പ്രതി ചേർക്കാനും തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും അന്വേഷണ സംഘം എന്തായാലും കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ചോദ്യം ചെയ്യൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടെങ്കിൽ, അതായത് ഈ ലഹരിക്കടത്തിലോ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഇവരുടെ പങ്ക് വ്യക്തമായാൽ എന്തായാലും അറസ്റ്റിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥരടക്കം അനൌദ്യോഗികമായി പറഞ്ഞത്. എന്തായാലും ആ കാര്യങ്ങളടക്കം ഇന്നത്തെ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. ഒപ്പം ഈ ലഹരി ഇടപാടിൽ സൂചിപ്പിച്ചതുപോലെ ഈ മറ്റ് താരങ്ങളിലേക്ക് കൂടി അന്വേഷണം നീളേണ്ടതുണ്ട്. ഇത് ഏതെങ്കിലും 1-2 താരങ്ങളല്ല. നേരത്തെ നമുക്ക് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പിടികൂടിയതുപോലെ ആ ഹൈബ്രിഡ് കഞ്ചാവ് അടക്കം ഇവിടെ നിന്ന് വിറ്റുപോയതാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ ഈ 6.5 കിലോ കഞ്ചാവ് എത്തിച്ചിരുന്നു. ഇതിൽ 3 കിലോ മാത്രമാണ് തസ്ലീമയിൽ നിന്ന് പിടികൂടിയത്. അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വിശദമായ വിവരം ലഭിക്കണമെങ്കിൽ ഈ താരങ്ങളെ ചോദ്യം ചെയ്യണം. ഈ ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്ന ഹൈബ്രിഡ് കഞ്ചാവ് ഈ താരങ്ങൾക്ക് കൈമാറിയിട്ടുണ്ടോ, ആ കഞ്ചാവ് ഇവർ ഉപയോഗിച്ചിട്ടുണ്ടോ നടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കും. ഹൈബ്രിഡ് കഞ്ചാവ് തന്നെയാണ് എന്തായാലും സിനിമാ മേഖലയിൽ പലരും ഉപയോഗിക്കുന്നത്. അത് ഈ മലേഷ്യയിൽ നിന്നും മറ്റുമാണ് എത്തിക്കുന്നതും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉപയോഗിക്കുന്നതിൽ പ്രധാനികളായ 2 പേരെയാണ് ഇപ്പോൾ എന്തായാലും ചോദ്യം ചെയ്യുന്നത്. ഈ 2 പേരും പലതവണ ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന മൊഴിയും കൃത്യമായ തെളിവും അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. ഇവരെ ചോദ്യം ചെയ്യുന്നത് കൂടി തന്നെ സിനിമാ മേഖലയിൽ മറ്റാർക്കൊക്കെ ഈ ലഹരി ഇടപാടിൽ കണ്ണികളാണ് എന്നുള്ളതിന്റെ വിവരമാണ് ഇനി പുറത്തു വരേണ്ടത്. ഷൈൻ ടോം ചാക്കോയിൽ നിന്നും ശ്രീനാഥ് ഭാസിയിൽ നിന്നും എക്സൈസ് ശേഖരിക്കുന്ന വിവരങ്ങളിൽ ഇതുകൂടി ഉൾപ്പെടുമെന്ന് അറിയുന്നു. അർജുൻ മട്ടന്നൂർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, ഇപ്പോൾ ഹാജരായ ശ്രീനാഥ് ഭാസിയെക്കുറിച്ച് നേരത്തെ ഒരു സംവിധായകൻ പറഞ്ഞത് അർദ്ധരാത്രി എഴുന്നേറ്റ് കഞ്ചാവ് ചോദിച്ച് മണിക്കൂറുകളോളം തന്നെ തടസ്സപ്പെടുത്തിയെന്നും ഷൂട്ടിംഗ് ദിവസങ്ങളോളം നീണ്ടുപോകാൻ ഈ നടന്റെ പ്രവൃത്തി കാരണമായി എന്നുമാണ്. ഇപ്പോൾ ശ്രീനാഥ് ഭാസി ചോദ്യം ചെയ്യലിനായി അവിടെ എത്തിയിരിക്കുന്നു. ഇതിനെ തുടർന്ന് പല സിനിമകളിൽ നിന്നും ശ്രീനാഥ് ഭാസി ഒഴിവാക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി.
സംവിധായകർ തന്നെ തുറന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്. ശ്രീനാഥ് ഭാസി അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് കഞ്ചാവ് ചോദിച്ചു, അത് നൽകാൻ കഴിയാതെ വരുന്ന സമയത്ത് അവിടെ സെറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, പല സമയത്തും സിനിമ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള പരാതികളുമൊക്കെ വന്നതാണ്. പക്ഷേ ഇത് ഈ രണ്ട് നടന്മാരിലേക്ക് മാത്രമല്ല, മറ്റു പ്രമുഖ നടനടക്കമുള്ളവർ ഇപ്പോൾ ഈ എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണ വലയത്തിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഷൈനിൽ നിന്ന് അങ്ങനെ ഒരു മൊഴി കിട്ടിയെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാലും ഇന്നത്തെ ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണല്ലേ അർജുൻ? അരുൺകുമാർ, ഇന്നത്തെ ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിൽ ആരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, മാത്രവുമല്ല ആരൊക്കെയാണ് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഇടപാടുകൾ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് അന്വേഷണം പോകുന്നത്. നേരത്തെ തന്നെ ശ്രീനാഥ് ഭാസിയുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളും മറ്റും നമ്മൾ കേട്ടിരുന്നു. മാത്രവുമല്ല നേരത്തെ ഓം പ്രകാശ് പ്രതിയായ കൊച്ചിയിലെ ലഹരി പാർട്ടി നടത്തി എന്ന കേസുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിൻ അടക്കമുള്ളവർ ആ ഹോട്ടലിൽ വന്നു എന്നതിനെ തുടർന്ന് ഈ ഇരുവരെയും നേരത്തെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പലതവണ ലഹരി ആരോപണം ഉയർന്നിട്ടുള്ള ആളാണ് ശ്രീനാഥ് ഭാസി അടക്കമുള്ളവർ. ഈ ശ്രീനാഥ് ഭാസി ഈ ഏപ്രിൽ 1-ാം തീയതി തസ്ലീമ സുൽത്താനയുമായി ഇത്തരത്തിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കഞ്ചാവ് വേണോ എന്ന് അവർ ചോദിച്ചിട്ടുണ്ട് എന്നാണ് എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു തമാശ രൂപേണ ചോദിച്ചതാണ് എന്നാണ് താൻ കരുതിയത് എന്നാണ് പിന്നീട് ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. പിന്നീട് ആ ജാമ്യാപേക്ഷ പിൻവലിക്കുകയും ചെയ്തു. എന്തായാലും ഈ തസ്ലീമയുമായി ഷൈൻ ടോം ചാക്കോക്കും ശ്രീനാഥ് ഭാസിക്കും ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് എക്സൈസ്. മാത്രവുമല്ല പോലീസ് ചോദ്യം ചെയ്തപ്പോഴും ഷൈൻ ടോം ചാക്കോ തനിക്ക് തസ്ലീമയുമായി ബന്ധമുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് അടക്കം ഇവരിലേക്ക് എത്തിക്കുന്ന കൂടുതൽ പേരുണ്ടോ, ഇവരടക്കം ആർക്കൊക്കെയാണ് ഈ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത്, ഇതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് ആരൊക്കെ തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത്. മാത്രവുമല്ല ഇതിൽ ഈ മോഡലിംഗ് രംഗത്തുള്ള ചില ആളുകളടക്കം ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന സംശയം എക്സൈസിനുമുണ്ട്. പ്രത്യേകിച്ച് നേരിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കിക്കൊണ്ട് അത്തരത്തിൽ മറ്റൊരു ഇടനിലക്കാരൻ വഴിയുള്ള സാമ്പത്തിക ഇടപാടുകളാണ് നടക്കുന്നത് എന്നൊരു സൂചനയാണ് നൽകുന്നത്. മാത്രവുമല്ല ചില പ്രമുഖ നടന്മാർക്കടക്കം ഈ ലഹരി ഇടപാടുമായി ബന്ധമുണ്ട് എന്ന ചില സൂചനകൾ പോലീസിനും എക്സൈസിനും ഒക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട്. അത്തരമൊരു മൊഴി നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരുത്തണം. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നിപ്പോൾ ചോദ്യം ചെയ്തത്. ഈ 3 പേരെയും, അതായത് ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ, അതോടൊപ്പം തന്നെ മോഡലായ സൗമ്യ, ഈ 3 പേരെയും പ്രത്യേകം ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ 3 പേരെയും ഒന്നിച്ചിരുത്തിയും ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെ തീരുമാനം. ഈ ശാസ്ത്രീയ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ഇതിൽ ഈ മൊബൈൽ ഫോൺ ചാറ്റുകളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് ഇടപാടുകളുണ്ട്. ഇവയൊക്കെ തന്നെ വെച്ചുകൊണ്ട് ശാസ്ത്രീയമായ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ 3 പേരെയും ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെ തീരുമാനം.